ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഓഗസ്റ്റ് മാസത്തിലെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സും കൂടിയാണ് കേട്ടോ. ഡേ 6 ആണെന്ന്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കുക. അടുത്ത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മുംബൈയിൽ ട്രൈബ്സ് ഇന്ത്യ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മുംബൈയിൽ ട്രൈബ്സ് ഇന്ത്യ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അർജുൻ മുണ്ട. ആരാണ്? അർജുൻ മുണ്ട. മുംബൈയിൽ ട്രൈബ്സ് ഇന്ത്യ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് അർജുൻ മുണ്ട. അടുത്ത് നോക്കാം. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുതിയ പ്രസിഡൻ്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുതിയ പ്രസിഡൻ്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ലൂയിസ് അബിനാദർ. ആരാണ്? ലൂയിസ് അബിനാദർ. അടുത്ത് നോക്കാം. 2020 ലോക ജലവാരത്തിൻ്റെ പ്രമേയം എന്താണ്? 2020 ലോക ജലവാരത്തിൻ്റെ പ്രമേയം എന്താണ്? ജലവും കാലാവസ്ഥ വ്യതിയാനവും ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. എന്താണ്? ജലവും കാലാവസ്ഥ വ്യതിയാനവും ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനമാണ് 2020 ലോക ജലവാരത്തിൻ്റെ പ്രമേയം. അടുത്ത് നോക്കാം. കേന്ദ്രമന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഏത് മുൻ വിദ്യാഭ്യാസ നയത്തെയാണ് അസാധുവാക്കുന്നത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെയാണ് അസാധുവാക്കുന്നത് കേട്ടോ. ഓർത്തു വയ്ക്കുക. കേന്ദ്രമന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഏത് മുൻ വിദ്യാഭ്യാസ നയത്തെയാണ് അസാധുവാക്കുന്നത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെയാണ് അസാധുവാക്കുന്നത്. അടുത്ത് നോക്കാം. ഇന്ത്യ ഏതു രാജ്യത്താണ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഏത് രാജ്യത്താണ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ശ്രീലങ്ക. അടുത്ത് നോക്കാം. സാമൂഹിക അകലം ഉറപ്പാക്കാൻ ഏത് സ്ഥാപനമാണ് കൈകളിൽ ധരിക്കാവുന്ന ഉപകരണം വേലി ബാൻഡ് വികസിപ്പിക്കുന്നത്? IIM കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. വേലി ബാൻഡ് അല്ല, അപ്പോൾ ഒരു വേലി, ഒരു അതിര്, ആ ഒരു തരത്തിലാണ് പറയുന്നത് കേട്ടോ. സാമൂഹിക അകലം ഉറപ്പാക്കാൻ ഏത് സ്ഥാപനമാണ് കൈകളിൽ ധരിക്കാവുന്ന ഉപകരണം വേലി ബാൻഡ് വികസിപ്പിക്കുന്നത്? IIM കോഴിക്കോടാണ്. അടുത്ത് നോക്കാം. 2020 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം പ്രമേയം എന്താണ്? ഹെപ്പറ്റൈറ്റിസ് രഹിത ഭാവി എന്നുള്ളതാണ് 2020 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. അടുത്ത് നോക്കാം. പ്രളയ പ്രവചന സംരംഭങ്ങൾക്കായി CWC, അതായത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ആരാണ് പങ്കുചേരുന്നത്? ഗൂഗിളാണ്. ഓക്കെ, പ്രളയ പ്രവചന സംരംഭങ്ങൾക്കായി CWC സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ആരാണ് പങ്കുചേരുന്നത്? ഗൂഗിൾ. അടുത്ത് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പുറത്തിറക്കിയ ഓഫ് ഷോർ പാട്രോൾ വെസലിൻ്റെ പേരെന്ത്? സർത്തക് ആണ്. എന്താണ്? സർത്തക്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പുറത്തിറക്കിയ ഓഫ് ഷോർ പാട്രോൾ വെസലിൻ്റെ പേരെന്താണ്? സർത്തക്. അടുത്ത് നോക്കാം. ഫ്യൂച്ചർ ബ്രാൻഡ് സൂചിക 2020 അനുസരിച്ച് ഏത് ബ്രാൻഡാണ് 1-ാം സ്ഥാനത്തുള്ളത്? ഫ്യൂച്ചർ ബ്രാൻഡ് സൂചിക 2020 അനുസരിച്ച് ഏത് ബ്രാൻഡാണ് 1-ാം സ്ഥാനത്തുള്ളത്? ആപ്പിൾ. ഏതാണ്? ആപ്പിൾ. അടുത്ത് നോക്കാം. സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ഒരു അപ്സ്റ്റേജ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. റോക്കറ്റ് എഞ്ചിൻ്റെ പേരെന്താണ്? രാമൻ. എന്താണ്? രാമൻ. സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ഒരു അപ്സ്റ്റേജ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. റോക്കറ്റ് എഞ്ചിൻ്റെ പേരെന്താണ്? രാമനാണ്. അടുത്ത് നോക്കാം. ICCയുടെ അന്താരാഷ്ട്ര അമ്പയർ പാനലിൽ ആരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്? ആരെയാണ്? KM അനന്തപത്മനാഭൻ. ആരാണ്? KM അനന്തപത്മനാഭൻ. ICCയുടെ അന്താരാഷ്ട്ര അമ്പയർ പാനലിൽ ആരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്? KM അനന്തപത്മനാഭൻ. നെക്സ്റ്റ് നോക്കാം. യുനെസ്കോയിൽ നിന്ന് സുനാമി റെഡി എന്ന പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ഏതാണ്? ഒഡീഷ. ഏതാണ്? ഒഡീഷ. യുനെസ്കോയിൽ നിന്ന് സുനാമി റെഡി എന്ന പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ഏതാണ്? ഒഡീഷയാണ്. അടുത്ത് നോക്കാം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് ആദ്യ വനിതാ ചെയർപേഴ്സണായി ആരാണ് നിയമിതനാകുന്നത്? സോയ് മോണ്ടേലാണ്. ആരാണ്? സോയ് മോണ്ടേൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ. ഓക്കെ, ആദ്യ വനിതാ ചെയർപേഴ്സണായി ആരാണ് നിയമിതനാകുന്നത്? സോയ് മോണ്ടേലാണ്. അടുത്ത് നോക്കാം. ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിൻ്റെ 3-ാം പതിപ്പ് ഏത് സംസ്ഥാനത്ത് വെച്ചാണ് നടക്കുന്നത്? കേരളമാണ് കേട്ടോ. ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിൻ്റെ 3-ാം പതിപ്പ് ഏത് സംസ്ഥാനത്ത് വെച്ചാണ് നടക്കുന്നത്? കേരളത്തിൽ വെച്ചാണ്. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മഞ്ഞു പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മഞ്ഞു പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്.
അടുത്ത് നോക്കാം, ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത്? ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത്? മഹീന്ദ്ര രാജപക്ഷെ. ആരാണ്? മഹീന്ദ്ര രാജപക്ഷെ. നെക്സ്റ്റ് വൺ നോക്കാം, സ്ത്രീകൾക്ക് മുദ്രാ വായ്പ ലഭിക്കുന്നതിന് ഏത് സംസ്ഥാനമാണ് ഒന്നാമത് എത്തിയത്? തമിഴ്നാടാണ്. ഓക്കെ, സ്ത്രീകൾക്ക് മുദ്രാ വായ്പ ലഭിക്കുന്നതിന് ഏത് സംസ്ഥാനമാണ് ഒന്നാമത് എത്തിയത്? തമിഴ്നാടാണ്. അടുത്ത് നോക്കാം, ബ്രിക്സിൻ്റെ മയക്കുമരുന്ന് വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 4ാമത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച രാജ്യമേതാണ്? റഷ്യയാണ്. ഓക്കെ, ബ്രിക്സിൻ്റെ മയക്കുമരുന്ന് വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 4ാമത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച രാജ്യമേതാണ്? റഷ്യ. നെക്സ്റ്റ് വൺ നോക്കാം, ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? ഇന്ത്യയുടെ പുതിയ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു 14ാമത്തെ CAG ആണ്. നെക്സ്റ്റ് നോക്കാം, ജൈവ കൃഷിയിൽ 1ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ജൈവ കൃഷിയിൽ 1ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 74ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രൊജക്ട് ലൈൻ പദ്ധതിയോടുകൂടെ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയുണ്ട്. ഏതാണ് ആ പദ്ധതി? പ്രൊജക്ട് ഡോൾഫിൻ ആണ് കേട്ടോ. പ്രൊജക്ട് ലൈൻ പദ്ധതിയോട് കൂടെ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതി ഏതാണ്? പ്രൊജക്ട് ഡോൾഫിൻ. അടുത്ത് നോക്കാം, പരിസ്ഥിതി സംരക്ഷണത്തിന് 2019 MS സ്വാമിനാഥൻ അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? രാജേന്ദ്ര സിംഗ് പരോഡയാണ്. ആരാണ്? രാജേന്ദ്ര സിംഗ് പരോഡ. പരിസ്ഥിതി സംരക്ഷണത്തിന് 2019 MS സ്വാമിനാഥൻ അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? രാജേന്ദ്ര സിംഗ് പരോഡയാണ്. അടുത്ത് നോക്കാം, കുറ്റകൃത്യങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും അത്തരം സംഭവങ്ങളിൽ പരിക്കേറ്റവരുടെയും ആശ്രിതർക്ക് കേരള സർക്കാർ ആരംഭിച്ച തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ്? ജീവനം. ഒന്നുകൂടെ പറയാം, കുറ്റകൃത്യങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും അത്തരം സംഭവങ്ങളിൽ പരിക്കേറ്റവരുടെയും ആശ്രിതർക്ക് കേരള സർക്കാർ ആരംഭിച്ച തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ്? ജീവനം. നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് എലിപ്പനി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഡോക്സി വാഗൺ ക്യാമ്പയിൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. മഴക്കാലത്ത് എലിപ്പനി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഡോക്സി വാഗൺ ക്യാമ്പയിൻ. അടുത്ത് നോക്കാം, കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് സമ്പൂർണ്ണ പെൻഷൻ സുരക്ഷാ പദവി ലഭിച്ചത്? നീലേശ്വരമാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് സമ്പൂർണ്ണ പെൻഷൻ സുരക്ഷാ പദവി ലഭിച്ചത്? നീലേശ്വരം. നെക്സ്റ്റ് വൺ നോക്കാം, കോവിഡ് ബ്രിഗേഡ് ടീം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കോവിഡ് ബ്രിഗേഡ് ടീം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ ബ്രിഗേഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് സേന എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, കോവിഡ് ബ്രിഗേഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ശരിക്കും കോവിഡിനെതിരെ പോരാടാൻ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സേന കേട്ടോ. ആ ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോവിഡ് ബ്രിഗേഡ് ടീം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് വൺ നോക്കാം, ഹോക്കിക്കുള്ള ധ്യാൻചന്ദ് അവാർഡ് 2020 ജേതാവാരാണ്? അജിത് സിംഗ് ആണ്. ഓക്കെ, ഹോക്കിക്കുള്ള ധ്യാൻചന്ദ് അവാർഡ് 2020 ജേതാവാരാണ്? അജിത് സിംഗ്. അടുത്ത് നോക്കാം, COVID-19 ചികിത്സയ്ക്കായി എയിംസുമായി ഹൈ എൻഡ് സാങ്കേതിക വിദ്യ പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ് കേട്ടോ. COVID-19 ചികിത്സയ്ക്കായി എയിംസുമായി ഹൈ എൻഡ് സാങ്കേതിക വിദ്യ പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇസ്രായേൽ. അടുത്ത് നോക്കാം, പെറുവിലെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത്? പെറുവിലെ കേട്ടോ. ആരാണ്? വാൾട്ടർ റോജർ മാർട്ടോസ് റൂയിസ്. ആരാണ്? വാൾട്ടർ റോജർ മാർക്കോസ് റൂയിസ്. അടുത്ത് നോക്കാം, 2020 റഷ്യയിലെ ആസ്ട്രഖാനിൽ നടക്കാനിരുന്ന തന്ത്രപരമായ കമാൻഡ് പോസ്റ്റ് അഭ്യാസത്തിൻ്റെ പേരെന്താണ്? കാവ്കാസ് 2020. ഒന്നുകൂടെ പറയാം, 2020 റഷ്യയിലെ ആസ്ട്രഖാനിൽ നടക്കാനിരുന്ന തന്ത്രപരമായ കമാൻഡ് പോസ്റ്റ് അഭ്യാസത്തിൻ്റെ പേരെന്താണ്? കാവ്കാസ് 2020. ഓർത്തു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ പാലം ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്നത്? മണിപ്പൂരാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ പാലം ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്നത്? മണിപ്പൂരാണ്. അടുത്ത് നോക്കാം, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? ഊർജിത് പട്ടേലാണ് കേട്ടോ. ഒന്നുകൂടി പറയാം, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആരെയാണ് നിയമിച്ചത്? ഊർജിത് പട്ടേൽ. അടുത്ത് നോക്കാം, AIFF അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കൈകോർത്ത് ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഈ പാഠശാല. എന്താണ്? ഈ പാഠശാല. പാഠശാല ഒന്നുമല്ല കേട്ടോ, ഈ പാഠശാല.
സ്പോർട്സിലൊക്കെ നമ്മൾ ഈ പാത്ത് എന്നൊക്കെ പറയില്ലേ, ഓരോ പാത്ത്. ഓക്കെ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? ഈ പാത്ശാലയാണ്. അടുത്ത് നോക്കാം, ഐവറി കോസ്റ്റ് പ്രധാനമന്ത്രിയായി ആരെയാണ് തിരഞ്ഞെടുത്തത്? ഹമീദ് ബക്കായോക്ക. ആരാണ്? ഹമീദ് ബക്കായോക്ക. ഐവറി കോസ്റ്റ് പ്രധാനമന്ത്രിയായി ആരെയാണ് തിരഞ്ഞെടുത്തത്? ഹമീദ് ബക്കായോക്ക. നെക്സ്റ്റ് നോക്കാം, ബ്രിട്ടീഷ് നാണയത്തിൽ ആദ്യമായി വന്ന വെള്ളക്കാരനല്ലാത്ത വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് നാണയത്തിൽ ആദ്യമായി വന്ന വെള്ളക്കാരനല്ലാത്ത വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം, വൺ അറേഞ്ച് മർഡർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? വൺ അറേഞ്ച്ഡ് മർഡർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചേതൻ ഭഗത്താണ്. ഓക്കെ, ചേതൻ ഭഗത്. നെക്സ്റ്റ് വൺ നോക്കാം, അമേസിംഗ് അയോധ്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? നീന റോയ്. അമേസിംഗ് അയോധ്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? നീന റോയ്. അസംബ്ലി നടപടികൾ സംരക്ഷണം ചെയ്യുന്നതിനായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം കേട്ടോ. സഭ ടി വിയിലാണ്. അപ്പോൾ അസംബ്ലി നടപടികൾ സംരക്ഷണം ചെയ്യുന്നതിനായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത് നോക്കാം, അടുത്തിടെ ലണ്ടനിൽ നടന്ന മൈൻ സ്പോർട്സ് ഒളിമ്പ്യാഡിൽ മാനസിക കണക്കുകൂട്ടൽ ലോക ചാമ്പ്യൻഷിപ്പ് 2020 സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നീലകണ്ഠ ഭാനുപ്രകാശാണ്. ആരാണ്? നീലകണ്ഠ ഭാനുപ്രകാശ്. അപ്പോൾ അടുത്തിടെ ലണ്ടനിൽ നടന്ന മൈൻ സ്പോർട്സ് ഒളിമ്പ്യാഡിൽ മാനസിക കണക്കുകൂട്ടൽ ലോക ചാമ്പ്യൻഷിപ്പ് 2020 സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നീലകണ്ഠ ഭാനുപ്രകാശ്. അടുത്ത് നോക്കാം, ലോകസഭയിൽ പുതുതായി ഏത് ഭാഷാ പരിശീലനമാണ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്? ഫ്രഞ്ചാണ് കേട്ടോ. ലോകസഭയിൽ പുതുതായി ഏത് ഭാഷാ പരിശീലനമാണ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്? ഫ്രഞ്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളത് വീണ്ടും വീണ്ടും കേൾക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതിയെടുക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓർമ്മയിൽ എന്തായാലും നിൽക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.